ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് പോം എന്ന് പറയുന്നത് ഫിനോമിനൽ വുമൺ എന്നുള്ള മായ ഏഞ്ചലോയുടെ പോമാണ് കേട്ടോ. മായ ഏഞ്ചലോ എന്ന് പറയുന്നവരുടെ റിയൽ നെയിം എന്ന് പറയുന്നത് മാർഗരറ്റ് ആൻ ജോൺസൺ എന്നാണ്. മായ ഏഞ്ചലോ ഷീസ് എ പോയറ്റാണ്, ഡാൻസറാണ്, സിംഗറാണ്, ആക്ടിവിസ്റ്റാണ്. ആൻഡ് 3 books of essaysഉം 7 ഓട്ടോബയോഗ്രഫീസും സെവറൽ ബുക്സ് ഓഫ് പോയട്രി എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ്. അതാണ് അവരുടെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. അതെല്ലാം പോയത്തിൻ്റെ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ, ഓട്ടോബയോഗ്രഫീസ് എല്ലാം. പിന്നെ അവരെക്കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ അവരൊരു അമേരിക്കൻ പോയറ്റാണ്. പിന്നെ മായ ഏഞ്ചലോ പേജ് നമ്പർ 78 ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. മായ ഏഞ്ചലയ്ക്ക് 3 വയസ്സുള്ളപ്പോൾ അവരുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആയി. സോ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിൽ ഇവളെ കൊണ്ട് നിർത്തി, ഇവരുടെ ബ്രദറിനെയും കൊണ്ട് നിർത്തി. അവിടെ വെച്ച് ഇവർക്ക് ഒരുപാട് ട്രോമാസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വന്നു. അതായത് ആ ഒരു സ്ഥലത്ത്, അതായത് ഈ ഗ്രാൻഡ് മദറിന്റെ കൂടെ പോയി നിന്ന സ്ഥലം എന്ന് പറയുന്നത് അതൊരു വൈറ്റ് സെന്റേർഡ് വേൾഡ് ആയിരുന്നു. അതായത് ഫുൾ വൈറ്റ് പീപ്പിൾ ആയിരുന്നു ഇവർക്ക് ചുറ്റിനും ഉള്ളത്. സോ അവിടെ വെച്ച് ഇവർക്ക് റേഷ്യൽ ഡിസ്ക്രിമിനേഷനൊക്കെ കുറേ ഫേസ് ചെയ്യേണ്ടി വന്നു. ആൻഡ് അതുപോലെ തന്നെ 8 വയസ്സുള്ളപ്പോൾ ഇവരുടെ അമ്മയുടെ ബോയ് ഫ്രണ്ട് ഇവരെ സെക്ഷലി അബ്യൂസ് ചെയ്തു. ആൻഡ് ലേറ്റർ ദാറ്റ് ബോയ് ഫ്രണ്ട് വാസ് കിൽഡ് ബൈ ഹർ അങ്കിൾസ്. പക്ഷെ ഒരു 5 to 6 years ഇവർ മ്യൂട്ടായിട്ട് സൈലന്റ് ആയിട്ട് നിന്നു, ആരടുത്തും സംസാരിക്കാതെ. ആൻഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം ഷീ സ്പെൻഡ് ഹർ ടൈം ഡ്യൂറിങ് റീഡിങ് ബുക്സ്. ഗ്രാജുവലി ലാംഗ്വേജിൻ്റെ അടുത്ത് ഒരു ലവ് തോന്നുകയും, അതായത് ഒരു ലവ് ഫോർ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുകയും സംസാരിക്കാനുള്ള കഴിവ് പതുക്കെ പതുക്കെ ബുക്സ് വഴി ഇവർക്ക് കിട്ടുകയും ചെയ്തു. ഹെൽപ്പ് ആ ഒരു ബുക്സിന്റെ സൊലസിൽ ഇവർക്ക് കിട്ടി. ആൻഡ് ഗ്രാൻഡ് മദറിന്റെ ആ ഒരു ക്യാരക്ടറൽ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതായത് റേസിസത്തിനെതിരെ, സെക്സിസത്തിനെതിരെ, പോവർട്ടിക്കെതിരെയൊക്കെ ഫൈറ്റ് ചെയ്ത ഗ്രാൻഡ് മദറിന്റെ ആ ഒരു ക്യാരക്ടറിക്കൽ ആ ഒരു സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ ഇവർക്ക് വളരെയധികം ഡീപ്ലി ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തു. ആൻഡ് 15 years ആയപ്പോഴത്തേക്കും ഇവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. കുക്കായിട്ടും വെയിട്രസ് ആയിട്ടും ഒക്കെ ഇവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഓൾസോ ഈവൻ മാനേജ്ഡ് എ ബ്രോതൽ കേട്ടോ. ദെൻ റേസിസത്തിനെതിരെയൊക്കെ ഇവർ ബാറ്റിൽ ചെയ്തു. ആക്ട്രസ് ആയിട്ട്, ഡാൻസറായിട്ട്, സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ഒക്കെ ആയിരുന്നു. ആൻഡ് ഓൾസോ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരുന്നു. ആൻഡ് ഹോളിവുഡിന്റെ ഫസ്റ്റ് ഫീമെയിൽ ബ്ലാക്ക് ഡയറക്ടർ എന്നുള്ള ഒരു ക്രെഡിറ്റ് നമ്മുടെ മായ ഏഞ്ചലോയ്ക്കാണ് കേട്ടോ. അവരുടെ ഓട്ടോബയോഗ്രഫിയാണ്. പേജ് നമ്പർ 79 ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഐ നോ വൈ ദി കേജ്ഡ് ബേർഡ് സിങ്സ്. ഇതൊരു ഇമ്പോർട്ടന്റ് വർക്കാണ്. ആഫ്രോ അമേരിക്കൻ വിമന് വേണ്ടി ഒരു സ്പോക്സ് പേഴ്സൺ ആയിട്ട് ഇവർ സംസാരിച്ച പോലെ ആയിരുന്നു. അത് 7 ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക്സ് ഉണ്ട് കേട്ടോ. അതിനകത്ത് തന്നെ കുറേ സെക്ഷൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ഡിഗ്രീസ് ഉണ്ട് ഇവർക്ക്. സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആണ് ഇവർ. അതായത് ആഫ്രിക്കൻസിന് വേണ്ടി, അമേരിക്കയിലുള്ള ആഫ്രിക്കൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ളവരാണ് ഇവർ. പിന്നെ മായ ഏഞ്ചലോ 2014 മരിച്ചത്. ഇവരുടെ ഈ ഒരു പോം ഉണ്ടല്ലോ നമുക്ക് പഠിക്കാനുള്ള, അതായത് ഫിനോമിനൽ വുമൺ എന്നുള്ള ഒരു പോം, അത് ആൻഡ് സ്റ്റിൽ ഐ റൈസ് എന്നുള്ള കളക്ഷൻ ഓഫ് പോയംസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സ്റ്റിൽ ഐ റൈസ് എന്നുള്ള പോം ചിലപ്പോൾ ലാംഗ്വേജ് സ്കിൽസിനകത്ത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ, ഫസ്റ്റ് സെമ്മിനകത്ത്. അപ്പോൾ ഈ ഒരു പോം ഉണ്ടല്ലോ, ഫിനോമിനൽ വുമൺ എന്നുള്ള പോം, വുമൺഹുഡിന്റെ സ്പിരിറ്റിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഫെമിനൈൻ ബ്യൂട്ടിയിൽ ഉണ്ടാവുന്ന റെസ്ട്രിക്ഷൻസിനെതിരെ ചലഞ്ച് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന ഒരു പോമാണ്. അതായത് എപ്പോഴും സ്ത്രീകളുടെ ഫിസിക്കൽ ബ്യൂട്ടിയാണ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇന്നർ ബ്യൂട്ടിയെ ആരും അപ്രീഷിയേറ്റ് ചെയ്യാറില്ല, ആരും നോട്ടീസ് ചെയ്യാറില്ല. പക്ഷേ ഈ ഇന്നർ ബ്യൂട്ടിയാണ് ഓരോ സ്ത്രീകളെയും ഫിനോമിനൻ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റുന്നത്. സോ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ദ ഇന്നർ ബ്യൂട്ടി ഓഫ് എ വുമൺ, അതാണ് ഈ ഒരു ഫിനോമിനൽ വുമൺ എന്നുള്ള പോം കാഴ്ചവെക്കുന്നത്. അതായത് സ്ത്രീകൾ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക, അവരുടെ ഫിസിക്കൽ ബ്യൂട്ടിയിലല്ല ഇന്നർ ബ്യൂട്ടിയിൽ വേണം, നിങ്ങൾ കോൺഫിഡൻസിൽ വേണം കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ബോഡി പാർട്സിനെ ഓരോന്നിനെ ഡെപ്പിക്ട് ചെയ്യുന്നുണ്ട്. അവർ അതുവഴി എന്താണ് കാണിക്കുന്നത്? കോൺഫിഡൻസിനെയും ഇന്നർ സ്ട്രെങ്തിനെയാണ് കാണിക്കുന്നത്. സോ കമ്മിങ് ബാക്ക് ടു ദ ടെക്സ്റ്റ്, പേജ് നമ്പർ 79 ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുവാണ് അവരെ സ്വയം തന്നെ അതായത് നമ്മുടെ ഈ ഒരു പോയത്തിനകത്ത് ഓരോ സ്റ്റാൻസ എൻഡ് ചെയ്യുമ്പോഴും നമ്മുടെ പോയറ്റിനെ തന്നെ ഫിനോമിനൽ വുമൺ അല്ലെങ്കിൽ ഐ ആം എ വുമൺ ഫിനോമിനലി എന്നിങ്ങനെ പറയുന്നുണ്ട് കോൺഫിഡൻറ്റോടുകൂടി. അതെന്തിനാണ് ഓരോ സ്റ്റാൻസയുടെയും ലാസ്റ്റ് പറയുന്നത്? അവരുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസിനെ അസേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ പറയുവാണ് പ്രിറ്റി വുമൺ, അതായത് ബാക്കിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ത്രീകൾ ചിലപ്പോൾ വണ്ടർ ചെയ്യുന്നുണ്ട്, എൻ്റെ ബ്യൂട്ടി എവിടെയാണ്, അല്ലെങ്കിൽ എൻ്റെ സീക്രട്ട് ഓഫ് ബ്യൂട്ടി എന്താണെന്ന് ബാക്കിയുള്ള ബ്യൂട്ടിഫുൾ വിമൺ, ബാക്കിയുള്ള പ്രിറ്റി വിമൺ ശരിക്കും വണ്ടർ അടിക്കാറുണ്ട്. ഞാൻ ക്യൂട്ടൊന്നുമല്ല, അവർ പറയുവാണ് എനിക്ക് ബാക്കിയുള്ള ഈ ഫാഷൻ മോഡൽസിൻ്റെ ബോഡി സൈസൊന്നുമല്ല, ഐ എം നോട്ട് ക്യൂട്ട്. പക്ഷേ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ, അതായത് ഞാൻ എൻ്റെ ബോഡിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ എൻ്റെ ഇന്നർ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ എല്ലാവരും വിചാരിക്കും അത് വെറും കളവാണ്.
ആൻഡ് ഐ സേ, അതായത് എൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് എൻ്റെ ആംസിലുണ്ട്, എൻ്റെ ഹിപ്സിലുണ്ട്, എൻ്റെ ഓരോ സ്റ്റെപ്പിലും ഞാൻ വെക്കുന്ന ഓരോ പിന്നെ സ്റ്റെപ്പിലും, അല്ലെങ്കിൽ എൻ്റെ ലിപ്സിൻ്റെ കേളിൽ വരെ, അതായത് എൻ്റെ ലിപ്സ്, എൻ്റെ ആംസ്, എൻ്റെ ഹിപ്സ്, എൻ്റെ കാൽപ്പാടിലോ അല്ലെങ്കിൽ എൻ്റെ ഓരോ സ്റ്റെപ്പിലും എന്താണ് എൻ്റെ ബ്യൂട്ടിയാണുള്ളത്. ആൻഡ് ഐ എം എ വുമൺ ഫിനോമിനലി, അതായത് ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി വുമൺ ആണ്. ആൻഡ് ഐ എം എ വെരി ബ്യൂട്ടിഫുൾ വുമൺ. എന്താണ് ഇന്നർ സൈഡിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു വളരെ ബ്യൂട്ടിഫുൾ വുമൺ ആണ്. ആൻഡ് ദാറ്റ് ഇസ് മീ എന്ന് ഇവരിങ്ങനെ ഓരോ സ്റ്റാൻസയിലും പറഞ്ഞു പോകുന്നുണ്ട്. സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് പറയുകയാണ്, ഞാനിപ്പോൾ ഒരു റൂമിലോട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ കൂളായിട്ടാണ് കയറുന്നത്. ആൻഡ് ഇപ്പോൾ ഒരു ആണുങ്ങൾ എന്നെ കാണുവാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല, അവരുടെ എന്താ പറയുക, ദേ വിൽ ഫോൾ ഡൗൺ ഓൺ ദെയർ നീസ്, അതായത് അവരെന്നെ എപ്പോഴും പ്രപ്പോസ് ചെയ്യും. ആൻഡ് ലൈക്ക് ബീസ്, അതായത് തേനീച്ച കൂട് പോലെ അല്ലെങ്കിൽ തേനീച്ച പോലെ അവരെൻ്റെ ചുറ്റിനും ഇങ്ങനെ പാറി പറക്കാറുണ്ട്. അവിടെ ഒരു കമ്പാരിസൺ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവിടെ ഒരു ഹൈപ്പർബലി, അതായത് എക്സാജറേഷൻ എന്ന് പറയാം. ഹണി ബീസ് പോലെ ആണുങ്ങൾ എപ്പോഴും എൻ്റെ ചുറ്റിനും കാണും ഞാൻ റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ. അതെന്തുകൊണ്ടാണ്? ഐ തിങ്ക് ബിക്കോസ് ദർ ഇസ് ഫയർ ഇൻ മൈ ഐസ്, എൻ്റെ ഐസിലൊരു തീ അവർ കാണുന്നു. അതായത് എന്താ പറയുക, എൻ്റെ ഒരു ഇന്നർ സ്ട്രെങ്ത്, അല്ലെങ്കിൽ എൻ്റെ പല്ല് കണ്ടിട്ടോ, അല്ലെങ്കിൽ എൻ്റെ വേസ്റ്റ് അതായത് എൻ്റെ വേസ്റ്റ് സൈഡ് പാർട്ട് ഓഫ് ദ ബോഡി, ആ വേസ്റ്റ് നടുവിൻ്റെ ആ ഭാഗം ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഫീറ്റിലെ ജോയ് കണ്ടിട്ടായിരിക്കും, അതായത് ഞാൻ നടക്കുന്ന ആ ഒരു ഹാപ്പിനെസ് കണ്ടിട്ടായിരിക്കാം. ആൻഡ് ഐ എം എ വുമൺ ഫിനോമിനൽ വുമൺ, ദാറ്റ് ഇസ് മീ. സോ വാട്ട് ഈസ് ദ റിഫ്രെയിൻ യൂസ് ഇൻ ദ പോം എന്ന് ചോദിച്ചാൽ റിപ്പീറ്റഡ് ലൈൻ ഏതാണ്? ഫിനോമിനൽ വുമൺ, ദാറ്റ് ഇസ് മീ. ഐ എം എ വുമൺ ഫിനോമിനലി. ഇതാണ് ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു റിഫ്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു പോയത്തിൽ. ആൻഡ് ദെൻ മെൻ ദംസെൽസ് ആർ വണ്ടേർഡ്. ഇനി അവർ പറയുവാണ്, ഇവർക്ക് തന്നെ അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആണുങ്ങളുടെ മേളിലൊരു എഫക്റ്റ്, ആൻഡ് വാട്ട് ഈസ് ദി എഫക്റ്റ് ഓഫ് എ ബ്യൂട്ടി ഓൺ മെൻ. അതാണ് ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത് പറഞ്ഞു പോകുന്നത്. അതായത് എൻ്റെ പവർഫുൾ സെൻഷ്വാലിറ്റിയാണ് ആണുങ്ങളെ എന്നിലോട്ട് ഡ്രോ ചെയ്യുന്നത്. അതായത് ആണുങ്ങൾ എന്നെ കണ്ടിങ്ങനെ മയങ്ങി വരുന്നതെന്ന്. അതായത് എൻ്റെ ബ്യൂട്ടി കണ്ടിട്ട് ഇങ്ങനെ ആണുങ്ങൾ ഇങ്ങനെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. അതായത് എനിക്ക് രണ്ട് സൈഡുണ്ട് എൻ്റെ ബ്യൂട്ടിക്ക്. ഒന്ന് ഫിസിക്കൽ സൈഡും ഉണ്ട്, അനദർ വൺ എന്ന് പറയുന്നത് ഇന്നർ ബ്യൂട്ടി ഉണ്ട്. ആ ഇന്നർ ബ്യൂട്ടിയാണ് എൻ്റെ പവർ എന്ന് പറയുന്നത്, അതാണ് എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഫിസിക്കൽ ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? അത് എല്ലാവരും കാണുന്നതാണ്, എല്ലാവരും നോട്ടീസ് ചെയ്യുന്നതാണ്. പക്ഷേ ആ ഫിസിക്കൽ ബ്യൂട്ടി ക്യാൻ ബി പെരിഷ്ഡ്, അല്ലെങ്കിൽ അതെന്താണ്, അത് നശിച്ചു പോകാവുന്ന ബ്യൂട്ടിയാണ്. ഇറ്റ് ഈസ് എന്താ പറയുക, പ്രോൺ ടു ഏജിങ്. അതായത് വയസ്സ് കൂടുന്നതിനനുസരിച്ച് എൻ്റെ ഫിസിക്കൽ ബ്യൂട്ടിയും ഡിസപ്പിയർ ആവും. പക്ഷേ എൻ്റെ ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്നതാണ് എൻ്റെ ഇൻവിൻസിബിലിറ്റി അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് 2 സൈഡ്സ് ഓഫ് ബ്യൂട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഷീ ഓൾസോ സേസ് ദാറ്റ് മെൻ കനോട്ട് സീ ഹർ ഇന്നർ ബ്യൂട്ടി. ആണുങ്ങൾക്ക് ഒരിക്കലും എൻ്റെ ഇന്നർ ബ്യൂട്ടി കാണാൻ പറ്റില്ല. അതാണ് അവർ പറയുന്നത്. മെൻ ദംസെൽസ് ഹാവ് വണ്ടേർഡ്, പേജ് നമ്പർ 8 ഏറ്റവും ലാസ്റ്റ് ആൻസർ, വാട്ട് ദേ സീ ഇൻ മീ. അവർക്ക് തന്നെ അറിയില്ല ശരിക്കും പറഞ്ഞാൽ, അവർ തന്നെ പസിൽഡാണ്. എന്ത് ബ്യൂട്ടി കണ്ടിട്ടാണ് ഇവരിലോട്ട് ഞങ്ങൾ അട്രാക്റ്റഡ് ആവുന്നത്. അവരൊരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, ബട്ട് ദേ കാൺ ടച്ച് മീ. അതായത് എൻ്റെ ഇന്നർ മിസ്റ്ററി അല്ലെങ്കിൽ എൻ്റെ ഇന്നർ ബ്യൂട്ടി എന്താണെന്ന് ആണുങ്ങൾക്ക് പോലും റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഈവൻ ഇഫ് ഐ ട്രൈ ടു ഷോ ദം, ദേ സേ ദാറ്റ് ദേ സ്റ്റിൽ കാൺ സേ. അതായത് ഇപ്പം ഞാൻ എൻ്റെ ഇന്നർ ബ്യൂട്ടി, അതായത് എൻ്റെ ഒരു ഇന്നർ ആ ഒരു ഇത് കാണിക്കാൻ തുനിഞ്ഞാൽ തന്നെ എന്താണ് ആണുങ്ങൾക്ക് പോലും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ആ ഒരു കോൺഫിഡൻസ്, ഒരു സ്ത്രീയുടെ മനസ്സിൻ്റെ ഉള്ളിലെ കോൺഫിഡൻസ് ഒരിക്കലും ഒരു ആണിന് മനസ്സിലാക്കാൻ സാധിക്കില്ല, നമ്മളിനി എത്ര തുറന്ന് കാണിച്ചാലും. ആൻഡ് ദെൻ അവർ പറയുകയാണ്, നമ്മുടെ പോയിന്റ് പറയുകയാണ്, എൻ്റെ ബാക്കിലെ ആ ഒരു ആർച്ച് പോലുള്ള വളവ്, എൻ്റെ സ്മൈല്, എൻ്റെ ബ്രസ്റ്റിൻ്റെ ആ ഒരു ഇത്, പിന്നെ എൻ്റെ സ്റ്റൈലിലുള്ള ആ ഒരു ഗ്രേസ്, അതൊക്കെ കണ്ടിട്ടായിരിക്കാം ആണുങ്ങൾ വരുന്നത്. ആൻഡ് ഐ എം എ വുമൺ ഫിനോമിനലി, ഐ എം എൻ എക്സ്ട്രാ ഓർഡിനറി വുമൺ. ആൻഡ് ലാസ്റ്റ് ആൻസർക്കകത്ത് പറയുവാണ്, അവരൊരു ജസ്റ്റിഫിക്കേഷൻ പോലെ പറയുവാണ്, എങ്ങനെ വരുന്നു എൻ്റെ സെൽഫ് കോൺഫിഡൻസ്, അല്ലെങ്കിൽ എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഇതാണ് എന്നിങ്ങനെ റീഡറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നുകൂടി ജസ്റ്റിഫൈ ചെയ്ത് പറയുവാണ്. അതായത് എനിക്ക് അമേസിംഗ് ആയിട്ടുള്ള ബോഡിയുണ്ട്, പിന്നെ എന്താണ് എൻ്റെ ഹെഡ്, അതുകൊണ്ടാണ് ഞാൻ ബോ ചെയ്ത് നടക്കാത്തത്. അതായത് എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ആരുടെ മുമ്പിലും തലകുനിച്ച് ഹ്യൂമിലിയേറ്റഡ് ആവേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ആൻഡ് ഞാൻ ആരുടെടുത്തും ഷൗട്ട് ചെയ്യത്തില്ല, ഞാൻ ആരോടത്തും ഷൗട്ട് ചെയ്ത് ചെമ്പ് ചെയ്ത് നടക്കാറില്ല. ഞാൻ ഒരുപാട് എനിക്ക് ഉറക്കെ വായിക്കേണ്ട കാര്യവുമില്ല. നിങ്ങൾ എന്നെ ഞാൻ ഇതുപോലെ നടന്നു പോകുന്ന കാണുമ്പോൾ പോലും നിങ്ങൾക്ക് പോലും ഒരു പ്രൗഡ്നെസ് നിങ്ങളുടെ മൈൻഡിൽ പോലും ഫീൽ ചെയ്യും. കാരണം ഞാൻ തല ഉയർത്തി വെച്ചാണ് നടക്കുന്നത്. ഞാൻ എൻ്റെ ഹെയർ കണ്ടിട്ടോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലെ
പാം കണ്ടിട്ടോ ആൻഡ് എന്താ പറയുക, ഇതെല്ലാം എന്താണ്, എൻ്റെ ഹീൽസ് കണ്ടിട്ടോ അതൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് നടക്കുന്നത്, ഞാൻ നല്ല എക്സെപ്ഷണൽ ആയിട്ട് അല്ലെങ്കിൽ അമേസിംഗ് ആയിട്ടാണ് നടക്കുന്നത്, ഫിനോമിനലായിട്ടാണ് ഞാൻ നടക്കുന്നത്. ആൻഡ് എന്താ പറയുക, ഞാനൊരു അമേസിങ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി വുമൺ ആണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ്. ആൻഡ് അതുപോലെ തന്നെ അൺബിലീവബിൾ ആയിട്ടുള്ളൊരു കാര്യവുമല്ല. എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെ നടക്കണം എന്ന് ആര് പറയുവാണ്, നമ്മുടെ പോയറ്റ് പറയുവാണ്. ഈ ഒരു ഫിനോമിനൽ വുമണിനെയാണ് പോയറ്റിന് ഈ വേൾഡിലോട്ട് ഓഫർ ചെയ്യാൻ ഉള്ളത്. ലാസ്റ്റ് ആൻസർക്കകത്ത് ഒന്നുകൂടി അവരുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസിനെ ജസ്റ്റിഫൈ ചെയ്യുവാണ്. ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു പോയറ്റ് എന്ന് പറയുന്നത് പ്രൗഡായിട്ടുള്ള, വളരെ ഒരു പ്രൗഡായിട്ടുള്ള ഇന്നർ ബ്യൂട്ടി അല്ലെങ്കിൽ നല്ലൊരു ഇന്നർ സെൽഫ് കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയാണെന്ന് പറയുവാണ്. അപ്പോൾ പേജ് നമ്പർ 157 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിക്കൊള്ളണം. പിന്നെ ഫിനോമിനൽ വുമണിനെ എങ്ങനെയാണ് പ്രസന്റ്, അല്ലെങ്കിൽ ഹൗ ഡസ് എ പോയിറ്റ് പ്രസന്റ് എ മെൻ ഇൻ ദ പുവർ. ആണുങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, മെൻ എന്ന് പറയുന്ന അവരുടെ ബ്യൂട്ടി കണ്ടിട്ട് അമേസ്ഡ് ആയിട്ട് ലൈക്ക് ഹണി ബീ പോലെ ഇവരുടെ ചുറ്റിനും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മെൻ ഇവരെ എന്താ പറയുക, വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീ ആയിട്ടാണ് ഇവർ കാണുന്നത്. അവരുടെ ഫിസിക്കൽ ബ്യൂട്ടി മാത്രമാണ് ആണുങ്ങൾ കാണുന്നത്. ഇന്നർ ബ്യൂട്ടി ഒന്നും കാണാൻ സാധിക്കുന്നില്ല, റിയലൈസ് ചെയ്യുന്നില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് എന്താ പറയുന്നത്, ഇന്നർ ബ്യൂട്ടി കാണിച്ചാലും അവർ ഫെയിലിയർ ആവുകയാണ്, ആണുങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പം അവർ എന്താണ് കാണുന്നത്, ആ സൂപ്പർഫിഷ്യൽ ബ്യൂട്ടി മാത്രമാണ് ആണുങ്ങൾ കാണുന്നത്. ആൻഡ് ദേ ആർ നോട്ട് വൈസ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് മൈ ഇന്നർ ബ്യൂട്ടി എന്നാണ് ആര് പറയുന്നത്, പോയിട്ട് പറയുന്നത്. ദെൻ ആ ബാക്കിയുള്ള സ്ത്രീകളെക്കുറിച്ച് എങ്ങനെയാണ് ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്, പേജ് നമ്പർ 158 സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള സ്ത്രീകളെ സിനിക്കലായിട്ട് അല്ലെങ്കിൽ ജലസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് സ്പീക്കറിന് ഫിസിക്കൽ ബ്യൂട്ടി ഇല്ല, അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ അല്ല, അല്ലെങ്കിൽ ഫാഷൻ മോഡലിനെ പോലെ ഒരു ബോഡിയൊന്നും ഇല്ല എന്നാണ് ഫസ്റ്റ് ആൻസർക്കകത്ത് പറയുന്നത്. അതായത് ബാക്കിയുള്ള സ്ത്രീകൾ ഇങ്ങനെയാണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതെന്ന്. ആൻഡ് ദേ ആർ നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റിംഗ് ദ ഐഡിയ ദാറ്റ്, അതായത് എന്താണ് ഈ ഒരു ഫാഷൻ ബോഡി അല്ല, അല്ലെങ്കിൽ ഈ ഒരു പ്ലസ് സൈസ് വുമണിനെ ഇവർക്ക് ഒരിക്കലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബാക്കിയുള്ള സ്ത്രീകൾക്ക്. എങ്ങനെയാണ് ഇവരുടെ പുറകെ ആണുങ്ങൾ ഇങ്ങനെ വരുന്നതെന്നാണ് ബാക്കിയുള്ള സ്ത്രീകൾ ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുന്നത്. ബിക്കോസ് ദേ ആർ ജെലസ് ഓഫ് ഹർ. അതായത് അവർക്ക് അതായത് നമ്മുടെ പോയറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്പീക്കർ ഓഫ് ദ പോയറ്റിനുള്ള ഇന്നർ ക്വാളിറ്റീസ് ഒന്നും ആർക്കില്ല, ബാക്കിയുള്ള സ്ത്രീകൾക്ക് ഇല്ല. അങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹു ഇസ് എ സ്പീക്കർ എന്ന് പറയുന്നത് നമ്മുടെ പോയറ്റ് എന്ന് പറയാം. ആൻഡ് ഷീ ഈസ് വെരി കോൺഫിഡൻ്റ് ആണ്, ഇന്നർ സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് വളരെയധികം അവെയർ ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. പിന്നെന്താണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്, എല്ലാവരുടെ മുകളിലൊരു പോസിറ്റീവ് എനർജിയാണ് ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആൻഡ് ഈ സീക്രറ്റ് എന്താണെന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അറിയാൻ ആഗ്രഹിക്കുന്നു. ഇന്നർ ബ്യൂട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്, അതൊരു പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്നും. ആൻഡ് ഷീ ഈസ് എ ഫിനോമിനൽ വുമണെന്ന് ഇവരെപ്പോഴും പറയുന്നുണ്ട്. ഫിസിക്കൽ ബ്യൂട്ടിയുണ്ട്, ഇന്നർ ബ്യൂട്ടി ഉണ്ടെന്ന് പറയുന്നു. ആൻഡ് ദെൻ പേജ് നമ്പർ 159 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളണം. പിന്നെ ഫീമെയിൽ പവറിനെ കുറിച്ച് പറയുന്നുണ്ട് 159 ആ പേജിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ഹണി ബീയുടെ സിമ്പിളൊക്കെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഹണി ബീസ് എന്ന് പറയുന്നത് ഇവിടെ ആരെയാണ് ഇത് ചെയ്തേക്കുന്നത്, കമ്പയർ ചെയ്തേക്കുന്നത് ആണുങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ആണുങ്ങൾ ഇവരൊരു മുറിയിലോട്ട് കയറി കഴിഞ്ഞാൽ ആണുങ്ങൾ ഇവരുടെ ഒരു ഫീമെയിൽ ബോഡിക്ക് ചുറ്റിനും ഇങ്ങനെ ചുറ്റി കറങ്ങുമെന്ന്. ഇവരൊരു ക്യൂൻ ബി ആണെന്ന പോലെ ബാക്കിയുള്ള ബീസ് ക്യൂൻ ബിയുടെ ചുറ്റിനുമാണ് ഇങ്ങനെ ഉള്ളത് വർക്ക് ചെയ്യുന്നത്. സോ അതുപോലെയാണ് ആണുങ്ങൾ ഇവരുടെ ചുറ്റിനും കിടന്ന് ഇങ്ങനെ റൗണ്ട് അടിക്കുവാണെന്ന്. അതായത് അവരുടെ ആ ഒരു ബ്യൂട്ടിയിൽ കണ്ട് മയങ്ങി വരുവാണെന്ന്. ഓക്കെ, പോസ്റ്റ് കൊളോണിയലിസം എങ്ങനെയാണ് ഈ ഒരു പോയത്തിനകത്ത് വരുന്നത്? പോസ്റ്റ് കൊളോണിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു കോളനൈസറും കാണും, കോളനൈസ്ഡും കാണും. അതായത് ഒരു സ്ലേവ് പോലെ ഒരാളും കാണും, മാസ്റ്ററും കാണും. അപ്പം ഈ ഒരു ഇതിനകത്ത് ആരൊക്കെയാണ് സ്ലേവും മാസ്റ്ററും? സ്ലേവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേണം എന്നുണ്ടെങ്കിൽ സ്ത്രീകളെ എപ്പോഴും സ്ലേവ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ എന്തായിട്ട് വരും, ഒരു പേട്രിയാർക്കിയെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ആണുങ്ങൾ എപ്പോഴും ഫിസിക്കൽ ബ്യൂട്ടി മാത്രം നോക്കിക്കണ്ട് സൂപ്പർഫിഷ്യൽ ബ്യൂട്ടിയുടെ പുറകെ മാത്രം പോയി പെണ്ണുങ്ങളുടെ പുറകെ പോവുകയാണ്. ദേ ആർ നോട്ട് റിയലൈസിങ് അല്ലെങ്കിൽ ദേ ആർ നോട്ട് വൈസ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഇന്നർ ബ്യൂട്ടി ഓഫ് എ വുമൺ. ആ ഒരു ഫെയിലറിനെയാണ് ഇവരിവിടെ പറയുന്നത്. അതാണ് പോസ്റ്റ് കൊളോണിയലിസം കൊണ്ടുവരുന്നത് കേട്ടോ. സ്ലേവറി അല്ലെങ്കിൽ ജെൻഡർ ഇനിക്വാളിറ്റി. ഇവിടെ ഇവരുടെ കാര്യം, ഇവരൊരു ബ്ലാക്ക് ആഫ്രിക്കൻ സ്ത്രീ ആയതുകൊണ്ട് സ്ലേവറിയുടെ കാര്യവും പറയാം, പിന്നെ ജെൻഡർ ഇനിക്വാളിറ്റിയുടെ കാര്യവും പറയാം കേട്ടോ. സ്ലേവറി എന്ന് പറയുമ്പോൾ ഇവരുടെ കളറിനെ ബേസ് ചെയ്തിട്ട് വൈറ്റ് ആയിട്ടുള്ള ആളുകൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നതും, ജെൻഡർ ഇനിക്വാളിറ്റി എന്ന് പറയുമ്പോൾ സ്ത്രീ ആയതുകൊണ്ടുള്ള ഇനിക്വാളിറ്റീസ് ഇവരുടെ ഫേസ് ചെയ്യുന്നുണ്ട്. പേട്രിയാർക്കിയുടെ കാര്യം പറയാൻ മറക്കരുത്. ദെൻ ഫിനോമിനൽ വിമൺ മോഡേൺ ഡേ ഫെമിനിസമായിട്ടെന്ന് പറയുമ്പോൾ ആ ഒരു പോയതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ മതി കേട്ടോ. ഫിനോമിനൽ വുമൺ എന്ന് പറഞ്ഞാൽ വളരെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടൊരു സ്ത്രീയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിപ്പോൾ അതൊരു മോഡേൺ ഫെമിനിസ്റ്റിക് കോൺസെപ്റ്റാണ്. വളരെ പ്രൗഡായിട്ടുള്ള, ഹു ഈസ് ബിലീവിങ് ഹെർ സെൽഫ്, അതായത് സെൽഫ് എഷ്യൂർഡ് ആയിട്ടുള്ള
ആ ഒരു സെൽഫ് ബിലീഫുള്ള, സ്വന്തമായിട്ട് നമുക്കൊരു വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ ഇന്നർ സ്ട്രെങ്തിന് അതിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവിടെ പോർട്രേ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മോഡേൺ വുമൺ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ടൈപ്പ് സ്ത്രീയാണ്. സോ മോഡേൺ ഫെമിനിസത്തിന് പറ്റിയൊരു പോയമാണ് ഇത്. ഫീമെയിൽ ബോഡിയെ തന്നെ ഒരു സ്ട്രെങ്തിനെ കുറിച്ചാണ് കമ്പയർ ചെയ്തേക്കുന്നത് അല്ലേ. ആണുങ്ങളെ പേട്രിയാർക്കിയെ കുറിച്ച് പറയുന്നുണ്ട്, പോസ്റ്റ് കൊളോണിയലിസം വരുന്നുണ്ട്, പിന്നെന്താ പറഞ്ഞേക്കുന്നത് ഇവരുടെ ഓരോ ബോഡി പാർട്സിനെയും വെച്ച് പറയുന്നുണ്ട്. ഫിസിക്കൽ ബ്യൂട്ടിയും ഉണ്ട്, എനിക്ക് ഇന്നർ ബ്യൂട്ടിയും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് ആസ് എ മോഡേൺ വുമൺ ഷീ ഈസ് അവെയർ ദാറ്റ് men are not wise enough to accept her inner beauty അല്ലെങ്കിൽ to understand her inner beauty. പിന്നെ അതുപോലെ തന്നെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. എനിക്ക് പ്ലസ് സൈസ് മോഡൽ, ഞാനൊരു പ്ലസ് സൈസ് ബോഡിയാണ് എനിക്കുള്ളത്, അല്ലെങ്കിൽ ഫാഷൻ ബോഡിയൊന്നും അല്ല എന്നും ഇവർ പറയുന്നുണ്ട്. സോ ഇതൊക്കെ വെച്ചിട്ട് പറഞ്ഞാൽ മതി. കൊളോണിയലിസത്തിൻ്റെ കാര്യം പറയാൻ മറക്കരുത്, ജെൻഡർ ഇനിക്വാളിറ്റി, അതുപോലെ തന്നെ സ്ലേവറിയുടെ കാര്യം പറയാനും മറക്കരുത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സോ ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.